രാഷ്ട്രീയ വിവാദങ്ങൾ പുകയുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ SDPI LDF ഡീൽ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ചോദ്യങ്ങളിൽ അക്ഷമനായ അദ്ദേഹം മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയാണെന്ന് കുറ്റപ്പെടുത്തുകയും വിവരങ്ങൾ അറിയാൻ SDPIക്കാരോട് തന്നെ പോയി ചോദിക്കണമെന്ന് പരിഹസിക്കുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി അസ്വസ്ഥനായിരുന്നു. വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് CPIM സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്തെ വോട്ട് കച്ചവട ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിച്ചതോടെ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം വിട്ടു. മാധ്യമങ്ങൾ UDFന്റെ വക്താക്കളായി മാറുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. SDPIയുമായി LDF ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്കിതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. എല്ലാ ഘട്ടത്തിലും വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചിട്ടുള്ളത് LDF മാത്രമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. UDF നുണകളെ ആശ്രയിച്ചാണ് രാഷ്ട്രീയം കളിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ വർഗീയതയോടും ശക്തമായ നിലപാടാണ് തങ്ങൾക്കുള്ളത്. അത് SDPI ആയാലും RSS ആയാലും ഒരുപോലെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങൾ ബോധപൂർവം ചില കാര്യങ്ങൾ പർവ്വതീകരിക്കുകയാണ്. പ്രത്യേക അജണ്ടയുമായാണ് മാധ്യമങ്ങൾ വന്നിരിക്കുന്നത്. അത് മാറ്റിവെക്കണമെന്നും മുഖ്യമന്ത്രി കർശനമായി നിർദ്ദേശിച്ചു. SDPI വോട്ടുകളെ സംബന്ധിച്ച പാർട്ടി നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടല്ലോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. മാധ്യമങ്ങൾക്ക് സ്വന്തമായ ഒരു ധാരണയുണ്ട്, അത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത്. UDFനെ പോലെ വർഗീയ പ്രസ്ഥാനങ്ങളോട് കൂട്ടുകൂടാൻ CPIMനെ കിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. കോൺഗ്രസിനെ പവിത്രീകരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ നാട്ടുകാർ ഇത് വിശ്വസിക്കില്ല. നിങ്ങളുടെ അജണ്ടകൾ ജനങ്ങൾക്ക് മുന്നിൽ വില പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ SDPIയുടെ ആളാണോ എന്ന് മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചതും വാർത്താ സമ്മേളനത്തിൽ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചു. തന്റെ പൊതുവേദിയിലെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. എന്റെ പെരുമാറ്റം ശരിയാണോ അല്ലയോ എന്നത് മാധ്യമങ്ങൾ വിലയിരുത്തിയാൽ മതി. അത് എന്നെ പഠിപ്പിക്കാൻ വരേണ്ട. പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു നടക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഇന്നലെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളല്ല എന്ന് മുഖ്യമന്ത്രി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. ഹരിയാനയിൽ സ്ഥാനാർത്ഥിത്വത്തിനായി കോഡ് വാങ്ങിയെന്ന ആരോപണമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. ഒരു ദേശീയ നേതാവിനെതിരെ ഇത്രയും വലിയ ആരോപണം വന്നിട്ടും കോൺഗ്രസ് നേതൃത്വം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു. ആരോപണം വ്യാജമാണെങ്കിൽ അത് നിഷേധിക്കാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കണം. നിയമ നടപടികൾ സ്വീകരിക്കണം. പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ആളെ സംബന്ധിച്ചാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നിട്ടും ഒരു ആഭ്യന്തര അന്വേഷണം പോലും നടത്താത്തത് വിചിത്രമാണെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. കോൺഗ്രസ് കാണിക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ്. സ്വന്തം പാർട്ടിക്കുള്ളിലെ അഴിമതികൾ മൂടിവെച്ച മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് അവർ ചെയ്യുന്നത്. KC വേണുഗോപാലിനെതിരായ ആരോപണം അതീവ ഗൗരവമുള്ളതാണെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വർഗീയവൽക്കരിക്കാൻ UDF ശ്രമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഇതിന് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു. തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ വർഗീയ വോട്ടുകൾ ആർക്കും വേണ്ടെന്ന് പറയാൻ LDFന് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വാർത്താ സമ്മേളനത്തിലുടനീളം ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ നിശബ്ദരാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ചോദിച്ചു കഴിഞ്ഞോ, അടുത്ത ആൾ പറയൂ എന്നിങ്ങനെ ഇടയ്ക്കിടെ അദ്ദേഹം തടസ്സപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഈ രീതി ജനാധിപത്യ വിരുദ്ധമാണെന്ന് പിന്നീട് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരം ക്ഷുഭിത പ്രകടനങ്ങൾ നടത്തുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. എന്നാൽ താൻ തന്റെ ശൈലി മാറ്റില്ലെന്ന ഉറച്ച നിലപാടിലാണ് പിണറായി വിജയൻ. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ അനാവശ്യമാണെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു. വർഗീയ വിരുദ്ധ പോരാട്ടത്തിൽ ഇടതുപക്ഷം ഇന്ന് മുൻപന്തിയിലുണ്ടാകും. എന്നാൽ ആ പോരാട്ടത്തെ താഴ്ത്തിക്കെട്ടാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. വസ്തുതകൾ പരിശോധിക്കാതെ വാർത്തകൾ നൽകുന്നത് മാധ്യമധർമ്മമല്ലെന്നും അദ്ദേഹം ഉപദേശിച്ചു. പശ്ചിമേഷ്യൻ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ നയങ്ങളിലും പ്രതികരിച്ച മുഖ്യമന്ത്രി കേരളത്തിലെ വികസന കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. എന്നാൽ രാഷ്ട്രീയ ചോദ്യങ്ങൾ വന്നതോടെ വീണ്ടും അന്തരീക്ഷം കലുഷിതമായി. മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക മൈൻഡ് സെറ്റ് ഉണ്ടെന്നും അത് തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വരുന്നത് ഒഴിവാക്കണം. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. KC വേണുഗോപാലിനെതിരായ ആരോപണം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് CPIM നീക്കം. വാർത്താ സമ്മേളനം അവസാനിക്കാറായപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാവത്തിൽ മാറ്റമുണ്ടായില്ല. വളരെ ഗൗരവത്തോടെയും പരുക്കൻ ഭാഷയിലുമാണ് അദ്ദേഹം ഉപസംഹാരം നടത്തിയത്. തുടർന്ന് യാതൊരു യാത്രയപ്പും നൽകാതെ അദ്ദേഹം വേദി വിട്ടു. മുഖ്യമന്ത്രിയുടെ ഈ പെരുമാറ്റം മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് വിവിധ മാധ്യമ സംഘടനകൾ പ്രതികരിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ച CPIM നേതാക്കൾ രംഗത്തെത്തി. മാധ്യമങ്ങൾ ബോധപൂർവം പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിക്ക് മിണ്ടാതിരിക്കാനാകില്ലെന്ന് അവർ ന്യായീകരിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും തമ്മിലുള്ള പോര്
ഈ വാർത്താ സമ്മേളനത്തോടെ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വാക്പോരുകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പായി.